നിങ്ങൾക്കെങ്ങാനും കുറുവാ ദ്വീപ് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി. കാരണം അല്ലെങ്കിൽ എല്ലാവരും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മിഞ്ചും. നമ്മൾ കഴിഞ്ഞ വർഷം കുറുവാ ദ്വീപ് പോയിട്ടുണ്ടായിരുന്നു. കുറുവാ ദ്വീപ് കഴിഞ്ഞ വർഷം പോയ സമയത്ത് അൺലിമിറ്റഡ് എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ വീണ്ടും പോയി ഫാമിലി ആയിട്ട്. ആ സമയത്ത് നമ്മൾ നാടുകാണി ചുരത്തിലേക്ക് ഇത്തിരി ബ്ലോക്കായി. ഒരു 1.5 മണിക്കൂർ ലേറ്റായി. നമ്മൾ 8 മണിക്ക് എത്താണ്ടേ നമ്മൾ വിചാരിച്ചത്. ഏകദേശം 9:30 9 മണിക്കായപ്പോഴാണ് നമ്മൾ കുറുവാ ദ്വീപിൽ എത്താൻ പറ്റിയത്. എന്തൊക്കെയായാലും എത്തിയ സമയത്തുള്ള കഴിഞ്ഞത് ആകെ ഒരു ദിവസം 244 പേർക്കുള്ള സ്ലോട്ട് മാത്രമേ കുറുവാ ദ്വീപിൽ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് സംഗതി എന്ന് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് മുമ്പ് കുറുവാ ദ്വീപ് ഉണ്ടായിരുന്നത് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് KTDC വയനാട് അതിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് മാറ്റി ഇപ്പം ഈ വർഷത്തോടു കൂടി 2025 അതിപ്പോൾ ഉള്ളത് KFDC, അതായത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതിൻ്റെ അണ്ടർടേക്കിങ്ങിലാണ് ഇപ്പോൾ കുറുവാ ദ്വീപ് ഉള്ളത്. കുറുവാ ദ്വീപ് അവിടുത്തെ പ്രോഗ്രാംസ് കാര്യങ്ങൾക്ക് അതിൻ്റെ അണ്ടർടേക്കിങ്ങിലാണുള്ളത്. അതും തന്നെ വെറും ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പോരാ, 244 പേർക്ക് മാത്രമാണ് ഇപ്പം കുറുവാ ദ്വീപിലേക്ക് എൻട്രി ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കുറുവാ ദ്വീപിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആകെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ക്യൂ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കാരണം 244 എന്ന് പറയുന്നത് ഫില്ലാവാനധികം താമസമൊന്നുമില്ല. കാരണം മിക്കവാറും ആളുകളൊക്കെ വരുന്നത് നമ്മളന്ന് പോയ സമയത്ത് ഫാമിലി ആയിട്ടാണ്, വലിയ ഫാമിലി ആയിട്ട് ട്രാവലറിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം 244 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞ് നമ്മൾ വരിയിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ കുറുവാ ദ്വീപിൽ ടിക്കറ്റ് കിട്ടിയില്ല, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോൾ സംഭവിച്ച പോലെ, പിന്നെ അവിടെ നമുക്ക് 2 ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഒരെണ്ണം ബാംബു റാഫ്റ്റിംഗ്, അതുപോലെ മറ്റൊന്ന് കയാക്കിങ്. 2 പേർക്ക് 350 രൂപ ചാർജ് വരുമ്പോൾ 300 രൂപ ചാർജ് വരുമ്പോൾ നമ്മുടെ ബാംബു സഫാരിക്ക് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. രണ്ടും ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു കുറുവാ ദ്വീപിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്യുക. നേരത്തെ തന്നെ നിങ്ങൾ വീട്ടിൽ പോവുക. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പോവുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ മുഞ്ചും. ഇങ്ങനൊരു മാറ്റം വരുത്തിയത് നമ്മൾ വന്ന് പോകുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ചേഞ്ച് വരുത്തിയത് മിക്കവാറും ഒരു 90% ആൾക്കാരും അറിഞ്ഞിട്ടില്ല. കാരണം നേരത്തെ എത്തിയവർക്ക് മാത്രം ടിക്കറ്റ് കിട്ടിപ്പോയി എന്നല്ലാതെ അവരും ഇത് പ്ലാൻ ചെയ്ത് തന്നതുപോലെ തോന്നിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ മാറ്റിയത് അപ്പോഴാണ് അറിയുന്നത്. ഏതായാലും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും അങ്ങനെ കുറുവാ ദ്വീപ് പ്ലാൻ ചെയ്യുമ്പോൾ ദൂരെ പ്ലാൻ ചെയ്യാം കേട്ടോ. ബൈ.